താരസംഘടനയായ അമ്മയിൽ ഇപ്പോൾ ട്വിസ്റ്റുകളുടെ ബഹളമാണ്. ഒരു കമ്മിറ്റി രാജിവെക്കുന്നു, പിന്നീട് താൽക്കാലിക കമ്മിറ്റി സ്ഥാനമേൽക്കുന്നു, ഇപ്പോഴിതാ അതിലും അംഗങ്ങൾ രാജിവെക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഇവന്മാർക്ക് എന്താ പ്രാന്താണോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. കാര്യങ്ങൾ ഇപ്പോൾ കോടതിയിൽ വരെ എത്തി നിൽക്കുകയാണ്. അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ ശ്വേതാ മേനോൻ നൽകിയ ഹർജിയിൽ എറണാകുളം മുൻസിഫ് കോടതി അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് അഡ്ഹോക് കമ്മിറ്റി അസാധുവായതും രമേശ് പിഷാരടി സ്ഥാനമൊഴിഞ്ഞതും. ഇവിടെയാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് രാജിവെച്ചതിന് ശേഷം പിഷാരടി ഒരു ചോദ്യം ചോദിക്കുന്നത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ച ഒരാൾക്ക് എങ്ങനെയാണ് സ്റ്റേ വാങ്ങാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ശരിയാണ്, ശ്വേതാ മേനോൻ രാജിവെച്ച് ഒഴിഞ്ഞു എന്ന് പറഞ്ഞതാണ്. പിന്നീട് ഒരംഗം പോലുമല്ലാത്ത അവർക്ക് എങ്ങനെയാണ് കോടതി മുഖാന്തരം സ്റ്റേ വാങ്ങാൻ കഴിയുന്നത്? താൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞിറങ്ങി പോവുകയും എന്നാൽ കോടതിയിലേക്ക് കയറുകയും ചെയ്ത ശ്വേതാ മേനോന്റെ അധികാര കൊതി ഇപ്പോൾ വെളിവായിരിക്കുകയാണ്. കൂടാതെ ഇന്ന് മാധ്യമങ്ങളെ കണ്ട ഉഷ ഹസീന, അൻസിബ, മാല പാർവതി ഉൾപ്പെടെയുള്ള നടിമാർ ശ്വേതയ്ക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ പ്രാധാന്യം നൽകുന്ന ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. BJPയിൽ നിന്നും 2 കോടി രൂപ വാങ്ങിയെന്നാണ് ബാബുരാജ് ശ്വേതയ്ക്കെതിരെ പറഞ്ഞിരിക്കുന്നത്. അംഗങ്ങളെ സ്ഥാനാർത്ഥികളായിട്ട് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയെന്നതാണ് ആരോപണം. ഈ ആരോപണം തെറ്റായിരുന്നുവെങ്കിൽ അവർക്ക് മറുപടി പറയാമായിരുന്നു എന്നാണ് ഇവർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിക്കുന്നത്. ശ്വേതയ്ക്ക് ദുരുദ്ദേശമാണ്. അൻസിബയ്ക്കെതിരെ അവർ മോശം പരാമർശങ്ങൾ നടത്തിയെന്നും ഉഷാ ഹസീന തുറന്നടിച്ചു. അദാനിയുടെ 15 കോടി രൂപ അമ്മയ്ക്ക് കിട്ടാനിരിക്കുകയാണെന്ന് BJP നേതാവായ പത്മജ S മേനോൻ പറഞ്ഞിരുന്നു. ശ്വേത ഇടപെട്ട് പണം കിട്ടും എന്നാണ് അവർ പറഞ്ഞത്. കോർപ്പറേറ്റുകളുടെ 15 കോടി രൂപ അമ്മയ്ക്ക് വേണ്ട. അമ്മയിൽ അംഗമല്ലാത്ത BJP നേതാവ് ഇക്കാര്യം എങ്ങനെ പറയുന്നു എന്നുമാണ് മാല പാർവതി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദിച്ചത്. 4 പേരെ മതം മാറ്റാൻ അൻസിബ ശ്രമിച്ചു എന്ന് ശ്വേതാ മേനോന്റെ ആരോപണം. താൻ പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ സിനിമയിൽ നിന്നും പുറത്താക്കുമെന്ന് ശ്വേതാ മേനോൻ പറഞ്ഞു. കലാകാരന്മാർക്കിടയിൽ ധ്രുവീകരണം നടത്തുന്നവർ അല്ല ഭരിക്കേണ്ടത്. ജനറൽ ബോഡിയിൽ ചോദ്യങ്ങൾ വന്നപ്പോൾ അവർ ഇറങ്ങിയോടി. രാഷ്ട്രീയത്തോട് ഐക്യമില്ല, എന്നാൽ വർഗീയവൽക്കരണം ശരിയല്ല എന്നും വർഗീയവൽക്കരണ ശ്രമങ്ങളെ മുളയിലേ നുള്ളാൻ ശ്രമിച്ചുവെന്നും പറഞ്ഞ മാല പാർവതി പിഷാരടി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആളാണെന്ന് കൂടി പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ഈ അമ്മ എന്ന താരസംഘടനയിലെ വിഷയം രാഷ്ട്രീയപരമായിട്ട് പ്രാധാന്യം അർഹിക്കുന്ന കാര്യം ഇതാണ്. കാരണം ഇതിനു മുൻപുള്ള കമ്മിറ്റി വരെ ഇതുവരെ ഇല്ലാതിരുന്ന വർഗീയ ധ്രുവീകരണ വിഷയങ്ങൾ ഈ കമ്മിറ്റിയിലുണ്ടെങ്കിൽ അതിൽ എന്തോ കഴമ്പുണ്ട് എന്ന് ജനങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രാജിക്ക് ശേഷം പ്രതികരിച്ച പിഷാരടിയുടെ ചോദ്യങ്ങൾക്കും മറുപടി ശ്വേതാ മേനോൻ നൽകാൻ കഴിയുന്നില്ല. താൻ അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും മാത്രമാണ് രാജിവെക്കുന്നതെന്നും അമ്മ സംഘടനയിലെ ഒരു പ്രാഥമിക അംഗമായിട്ട് താൻ തുടരുമെന്നും രാജിവെച്ചിട്ട് തിരിച്ച നാണം കെട്ട് വരില്ല എന്നും അദ്ദേഹം അടിവരയിടുകയായിരുന്നു. ദൃശ്യങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്, കാണാം. നമ്മുടെ അമ്മ സംഘടനയുടെ ജനറൽ ബോഡി ദിവസം അവിടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അമ്മയുടെ നിലവിലുണ്ടായിരുന്ന എല്ലാ ഭാരവാഹികളും ഞങ്ങൾ രാജിവെച്ച് പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. അവർ പ്രഖ്യാപിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പ്രസിഡന്റ് ഞാൻ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കൂടെ രാജിവെക്കുന്നു എന്ന് അംഗങ്ങളോടും മാധ്യമങ്ങളോടും പറഞ്ഞ് അവിടുന്ന് പോയപ്പോൾ അവിടെ പെട്ടെന്നൊരു വാക്കുമുണ്ടായി, ഒരു അബാൻമെന്റ്, ഒരു പെട്ടെന്നൊരു അനാഥത്വം ഉണ്ടായപ്പോൾ അവിടെ നിന്നുകൊണ്ട് അവിടെയുള്ള ആളുകൾ ജഗദീഷ് ഏട്ടനെ തൽക്കാലം അധ്യക്ഷനായി വെച്ചുകൊണ്ട് ഒരു ചർച്ച നടത്തുകയും അപ്പോൾ മീറ്റിംഗ് അനന്തമായി നീണ്ടുപോകുന്നത് കാരണം അവിടെ നിന്ന് ജസ്റ്റ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനൊരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായി, പിഷാരടി ഇതിൽ നിൽക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് നല്ല തിരക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഒരു സ്വന്തം സംഘടന എന്നുള്ള നിലയിൽ ഇതിന്റെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഇതിനെ സഹായിക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് എന്നൊരു ചിന്തയോടുകൂടി ഞാൻ നിൽക്കാൻ ചേട്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ നിന്നു. അങ്ങനെയാണ് ഞാൻ ഉൾപ്പെടുന്ന ഒരു അഡ്ഹോക് കമ്മിറ്റി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ടായത്. ഇപ്പൊ വൈകുന്നേരം വാർത്ത കണ്ടു. അത് ഞാൻ സൈറ്റിൽ കയറിയ വിധി എന്താണ്, വിധിയല്ല സ്റ്റേ എന്താണെന്ന് നോക്കി. സ്റ്റേ എന്താണെന്ന് നോക്കിയപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സിലായത് കമ്മിറ്റിയല്ല, എനിക്ക് വ്യക്തിപരമായി ഇത് അല്ലാതെ എന്റെ വ്യക്തിപരമായ ഒരു പ്രശ്നമേ ഇതിനകത്തില്ല. ഈ സ്റ്റേയുമായി ബന്ധപ്പെട്ട് ഞാനെന്ന വ്യക്തിയുടെ യാതൊരു വിഷയവുമില്ല. ഞാനൊരു സംഘടനയുടെ അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനറായി എനിക്ക് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാനോ മറ്റു കാര്യങ്ങളോ ചെയ്യാനോ ഉള്ള ഒരു അധികാരമില്ല എന്നുള്ള രീതിയിലാണ് സ്റ്റേ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേ വരുന്ന സാഹചര്യത്തിൽ
കമ്മിറ്റി പറഞ്ഞു, ഞാനായി, കോടതി പറഞ്ഞു, ഞാൻ മാറുന്നു. എനിക്ക് എന്റെ കോടതി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിതിലങ്ങനെ വലിയ എന്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടെ കണക്കിലെടുത്ത് ഇതിലങ്ങനെ കടിച്ചു തൂങ്ങണം എന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ലാത്തത് കൊണ്ട് ഞാനും രാജിവെക്കാം, മാറാം, ബാക്കി ചുമതലകൾ എങ്ങനെയാന്ന് വെച്ചാൽ നടന്നു പോട്ടെ. അതായത് അശോക് കമ്മിറ്റിയിൽ നിലവിലുള്ള ബാക്കിയുള്ള അംഗങ്ങൾ അതുപോലെ തന്നെ തുടരും, അങ്ങനെയാണോ? എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. എനിക്ക് മനസ്സിലായത് ഇപ്പൊ എന്റെ പേര് മാത്രമേ ഞാൻ ആ ഇതിൽ കണ്ടുള്ളൂ. കൺവീനർ എന്ന നിലയിലായിരിക്കില്ലേ? അതെ, പക്ഷെ മെമ്പേഴ്സ് എന്നില്ല. താങ്കൾ രാജിവെക്കുന്നതാണ് പറഞ്ഞത്. താങ്കളുടെ കേസ് അല്ലെങ്കിൽ താങ്കളുടെ ഹർജിയിൽ അന്തിമ തീരുമാനം കോടതിയിൽ വന്നിട്ടില്ല, താൽക്കാലിക സ്റ്റേ ആണ്. അപ്പോൾ ആ സ്റ്റേയിൽ തീരുമാനം വന്ന ആ താൽക്കാലിക സ്റ്റേ ആണെങ്കിൽ ഞാൻ എന്താണെന്നറിയാം, ഞങ്ങൾ അഡ്വക്കേറ്റ് കമ്മിറ്റി കയറിയതിനു ശേഷം ഇപ്പൊ 10-15 ദിവസമായില്ല, ഞങ്ങൾക്ക് ഇതിന്റെ മിനിറ്റ്സ് ബുക്ക് കിട്ടിയിട്ടില്ല, അവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറിയുടെ ഒന്നും ഓഫീസിന്റെ താക്കോലുകൾ കൈമാറിയിട്ടില്ല. എന്നിട്ട് പോലും ഞാൻ മിനിഞ്ഞാന്ന് പത്രസമ്മേളനത്തിൽ ഞാൻ 2 പത്രസമ്മേളനമേ കൂടിയുള്ളൂ. അത് ഒന്ന് പത്രസമ്മേളനം കൂടിയതല്ല, ഞാൻ നമ്മുടെ ഓപ്പറേഷൻ തൂഫാന്റെ ഉദ്ഘാടനം പാലക്കാട് കഴിഞ്ഞു വരുമ്പോൾ മാധ്യമങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചതാണ്. അപ്പോ ഇതൊന്നും തന്നില്ലെങ്കിലും നമ്മൾ ഇവരോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയൊക്കെയാണ് ചെയ്തത്. എനിക്കിതുമായി ബന്ധപ്പെട്ട് അമ്മ സംഘടന 10-32 വയസ്സായിട്ട് സംഘടനയെ കോടതിയിൽ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും എനിക്കില്ലായിരുന്നു. അത് രമ്യതയിൽ പരിഹരിക്കണം. ഞാൻ സംസാരിക്കാമെന്ന് ഓർത്തു. ഞാൻ അങ്ങനെ എന്റെ ആദ്യത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ശ്വേതയോട്, അൻസിബയോട്, ടിനിയോട്, അവരുടെ അഡ്വക്കേറ്റുമാരോട്, മല്ലിക ചേച്ചിയോട്, ലക്ഷ്മി പ്രിയയോട്, ഞാൻ ഇവരോടെല്ലാം മണിക്കൂർ കണക്കിന് സംസാരിച്ചു എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അങ്ങനെ മണിക്കൂർ കണക്കിന് സംസാരിച്ചതിൽ ഒരു ഓഡിയോ ആണ് ഇന്ന് ലീക്ക് എന്നാണ് നിങ്ങളൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത്. ലീക്കല്ല, റിലീസാണ്. ലീക്കും റിലീസും വ്യത്യാസമുണ്ടല്ലോ. റിലീസാണ്. അതിന്റെ ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസം, എന്റെ ഫോൺ ടോണും ബാക്കി ലൈവ് ടോണും കേട്ടല്ലേ എവിടുന്ന ലീക്കായെന്നൊക്കെ അല്ലെങ്കിൽ റിലീസായെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എനിക്ക് വ്യക്തിപരമായി, ഞാൻ എന്റെ വ്യക്തിപരമല്ല ഈ പ്രശ്നമെന്ന് പറഞ്ഞെങ്കിലും വ്യക്തിപരമായി എനിക്ക് വലിയ സൗഹൃദം ഉണ്ടായിരുന്ന, ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്ന ഇനി ഉണ്ടാവുമായിരിക്കും, കാണുന്ന ഒരാളിൽ നിന്നും ആ ഓഡിയോ നമ്മളൊരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വർത്താനം പറയുന്ന അനുരഞ്ജന സംസാരങ്ങളുടെ ഓഡിയോ പുറത്തു വിട്ടതിൽ എനിക്കൊരു പേഴ്സണൽ ഇഞ്ചുറി, ഒരു വേദന ഉണ്ട്. അതാണ് എനിക്ക് ആകെ ഇതുമായി ബന്ധപ്പെട്ട് തോന്നിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നല്ലത് വരണമെന്ന് മാത്രമല്ല വിചാരിക്കുന്നത്, നമ്മളെല്ലാവരും ഇതിനകത്തുള്ള എല്ലാവരും ഒന്നിച്ച് നിൽക്കണം കിടക്കണം എന്നാണ്. ഇപ്പൊ ഇനി മറ്റൊരു ഓപ്ഷൻ, ഇപ്പൊ എന്നോട് ചിലർ പറഞ്ഞു, ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കൂടി രാജിവെച്ച ഒരാൾക്ക് പ്രസിഡന്റ് എന്ന് പറഞ്ഞ എങ്ങനെയാണ് സ്റ്റേ വാങ്ങിക്കാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ചു. എനിക്ക് വേണമെങ്കിൽ ഈ സ്റ്റേക്കെതിരെ നാളെ കോടതിയിൽ കണ്ട് ഇതെങ്ങനെയാണ് ഈ സ്റ്റേ വരുന്നത്, പ്രാഥമിക അംഗത്വം ഇതിന് രാജിവെച്ച് പോയവരല്ലേ ഇത് തന്നിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് തുടരാന്നൊക്കെ പറയാം. പക്ഷെ എനിക്കങ്ങനെ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കണം എന്നുള്ള യാതൊരുവിധ ആഗ്രഹവുമില്ല. എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള, ഒരുപക്ഷെ സഹപ്രവർത്തകരെന്ന് പറയരുത്, ഞാൻ പലരുടെയും കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, അവരൊക്കെ എന്നേക്കാൾ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ അമ്മയുടെ മീറ്റിങ്ങിന് വരുന്നതും ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നതും ഞങ്ങൾ എത്രയോ കാലം ഒരുപാട് സ്റ്റേജ് ഷോകൾ ചെയ്തുമൊക്കെ ഈ സംഘടന ഈ ലെവലിലാക്കിയെടുത്ത് നിന്നും എനിക്കിതിനെ കോടതി കയറ്റാനോ ഇതിനെതിരെ എന്തെങ്കിലും പറയുവാനോ അത്തരത്തിലുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഒരു കാര്യമുള്ളത്, ഈ കഴിഞ്ഞ കമ്മിറ്റിയുടെ കണക്കുകൾ അവർ അവതരിപ്പിച്ചത് കമ്മിറ്റിയിൽ പാസ്സായില്ല. ആ കണക്ക് പാസ്സാകാത്തപ്പോൾ തന്നെ ആ കമ്മിറ്റിയുടെ മാൻഡേറ്റ് പോയി. അതിനകത്ത് അവരുടെ അക്കൗണ്ടന്റും നമ്മുടെ കാഷ്യറും അത് പറഞ്ഞു. അത് കണക്ക് പാസ്സാകാതിരുന്ന സാഹചര്യത്തിലാണ് ഈ ഡിസ്കഷൻ തുടങ്ങിയത്. അപ്പൊ ഇവര് പറഞ്ഞത് ഞാൻ ഔദ്യോഗികമായി രാജി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് രാജിവെക്കണമെങ്കിൽ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ബാക്കിയുള്ളവർക്കൊക്കെ രാജി കൊടുക്കുക. ഇവരൊക്കെ കൂടെ രാജിവെച്ച് പോയി കഴിഞ്ഞാൽ ഇവർ ആർക്കാ രാജി കൊടുക്കണേ? ഇവിടെ ഔദ്യോഗികമായിട്ട് കൊടുക്കണമെങ്കിൽ ഒന്നിക്ക് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് മേടിക്കാൻ വേണം. അപ്പൊ ആ ഡിക്ലറേഷനാണ് കമ്മിറ്റി ഔദ്യോഗികമായൊരു രാജിയായിട്ട് എടുത്തതും അവിടെ വെച്ച് മറ്റൊരു കമ്മിറ്റിയെ തീരുമാനിക്കണം എന്ന് പറഞ്ഞതും അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടതും. അപ്പൊ എനിക്കിതിൽ കടിച്ചു തൂങ്ങണം എന്നുള്ള യാതൊരുവിധ ആഗ്രഹങ്ങളുമില്ല. നല്ലത് നടക്കട്ടെ, നല്ലത് സംഭവിക്കട്ടെ. നാളെകളിൽ ഈ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അവിടെ എല്ലാവരും ചിരിച്ചു കളിച്ച് തോളെ കൈയിട്ട് സന്തോഷത്തോടെ പരിപാടി ചെയ്യുന്നതും ആളുകളെ സഹായിക്കുന്നതും ഒക്കെയുള്ള അത്തരത്തിലൊരു കാലത്തിലോട്ട് തന്നെ വരട്ടെ എന്ന് പറയുന്നു. മറ്റു എന്തോ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് മുന്നിട്ടിറങ്ങിയിരുന്നു. ആയി എല്ലാവരോടും സംസാരിച്ചു മുന്നിട്ടിറങ്ങിയിരുന്നു. ആ അല്ല, അതൊക്കെ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ശ്രമിച്ചു, എന്റെ ശ്രമം ബ്ലോക്ക് ചെയ്യപ്പെട്ടു. ഞാൻ അതാ പറഞ്ഞു, എനിക്ക് ആ ശ്രമം
കോടതി വഴി ഈ അധികാരം തിരിച്ചു വാങ്ങിച്ച് അവിടെ ചെന്നിരിക്കാനൊന്നുള്ള യാതൊരുവിധ താല്പര്യവുമില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഞാനിത് എടുത്തപ്പം അയ്യോ ഈ സമയത്ത് എന്തിനാണ് ഇത് എടുത്തത് എന്നൊക്കെ വളരെ സ്നേഹം കൊണ്ട് വിളിച്ചു ചോദിച്ചു. അപ്പോഴും നമുക്കിതിനോട് വലിയ ആത്മാർത്ഥതയുണ്ട്. നമ്മൾ പറ്റുമെങ്കിൽ ഒന്ന് എല്ലാവരോടൊക്കെ ഒന്ന് സംസാരിച്ച് ഒന്ന് അനുരഞ്ജനത്തിൽ കൊണ്ടുപോകാം. അത്രയും ആകെ 400 പേരല്ലേ ഉള്ളൂ. അത്രയും കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. മനുഷ്യരൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചും സഹിച്ചും വിട്ടുകൊടുത്തും ഒക്കെ നിന്നാൽ നടത്തിക്കൊണ്ട് പോകാന്നേ. കൊല്ലത്തിൽ ഒരു ജനറൽ ബോഡി മീറ്റിംഗും 1-2 സ്റ്റേജ് ഷോയും ഒക്കെ ചെയ്ത് പോകുന്ന, അല്ലാതെ റോട്ടിലിറങ്ങി സമരം ചെയ്യാനോ അവകാശങ്ങൾക്ക് വേണ്ടി വഴക്കിടുന്നതോ ഒന്നും ആയിട്ടുള്ളൊരു സംഘടനയല്ലല്ലോ. ഒരു വെൽഫെയർ ചാരിറ്റബിൾ അസോസിയേഷൻ ആണ്. പറ്റുന്നത് നല്ലത് സമൂഹത്തിന് ചെയ്യുന്നുണ്ട്, പറ്റുന്നത് ഇതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം സമൂഹത്തിന് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചാൽ വെള്ളപ്പൊക്കത്തിന് 5 കോടി രൂപ ഷോ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സംഘടനയിലെ അംഗങ്ങൾ 25, 40, 50 ഒക്കെ വെച്ച് 2, 3, 4, 5 കോടി കൊടുത്തിട്ടുണ്ട്. ആംബുലൻസ് കൊടുത്തിട്ടുണ്ട്, വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, കോവിഡിന് മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചാരിറ്റിയും ചെയ്യുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയെ കോടതി കയറ്റണമെന്നോ അതിന്റെ ഒരു സ്ഥാനത്തിന് വേണ്ടി കോടതി വഴി അത് നേടിയെടുക്കണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോ ജനറൽ ബോഡി, ഇതിന്റെ അപ്പെക്സ് എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. അവരെന്നോട് നിൽക്കാൻ പറഞ്ഞു, ഞാൻ നിന്നു. കോടതിയിൽ നിന്ന് സ്റ്റേ വന്നു, ഞാൻ മാറി. ഇനി അത് അതിന്റേതായ വഴിക്ക് പോക്കോട്ടെ. പരിശ്രമങ്ങൾ തുടരുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് സ്ഥാനം വേണമെന്നില്ലല്ലോ പരിശ്രമിക്കാൻ. സ്ഥാനം വേണമെന്നൊന്നുമില്ല. നമുക്കൊരു സംഘടനയിൽ നിൽക്കുമ്പോൾ നമ്മൾ സിൻസിയർ ആയിട്ട് നിൽക്കണം. അതിന്റെ ഒരു പ്രശ്ന സാഹചര്യങ്ങളിൽ നമ്മൾ സിൻസിയർ ആയിട്ട് നിൽക്കണം. അതിനൊരു സ്ഥാനത്തിന്റെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഉറപ്പായിട്ടും നമ്മളെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ പ്രാഥമിക അംഗത്വം ഒന്നും രാജിവെച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആകെ ഈ അഡ്വക്കേറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന സ്ഥാനത്ത് മാറാം, അത്രേ ഉള്ളു. ആ രാജി ഇപ്പൊ ഇനിയിപ്പോ ആർക്ക് കൊടുക്കണ്ട? അഡ്വക്കേറ്റ് കമ്മിറ്റിയുടെ വേറെ ആർക്കെങ്കിലും കൊടുക്കണോ, അപ്പുറത്ത് കൊടുക്കണോ എന്നുള്ള. എന്റെ ഈ രാജിക്ക് ഇനി ഞാൻ കത്ത് കൊടുത്തില്ലെങ്കിലും ഇതൊരു ഡിക്ലറേഷൻ ആണ്. ഒരു കുറച്ച് 15 ദിവസം കഴിയുമ്പോൾ ഈ രാജിയല്ലെന്നും പറഞ്ഞ് ഞാൻ വരികയില്ല. രാജി തന്നെയാണത്. കേട്ടാ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഡ്വക്കേറ്റ് കമ്മിറ്റി എന്നുള്ളത് ബൈലോയിൽ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കൺവീനർ സ്ഥാനത്ത് നിന്ന് രമേശ് പിഷാരടി മാറിയാലും ബാക്കിയുള്ള അംഗങ്ങൾക്ക് നിയമസാധ്യത ഇല്ലല്ലോ. അല്ല, അഡ്വക്കേറ്റ് കമ്മിറ്റി എന്നുള്ള ബൈലോയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു സില്ലി ആയിട്ടുള്ള ഉദാഹരണം പറഞ്ഞോട്ടെ. നമ്മൾ 7 മണിക്ക് മീറ്റിംഗ് കൂടുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയാല് മെഴുകുതിരി എത്തിക്കണോ വിളക്ക് എത്തിക്കണോ എന്നുള്ളത് ബൈലോയിൽ ഇല്ലല്ലോ. ഇതിനൊരു പാരന്റ് ബുക്കുണ്ട്. ആ ബുക്കിൽ അസന്നിഗ്ധ ഘട്ടങ്ങൾ എല്ലാരും കൂടി രാജിവെച്ച് പോയാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞാൽ അപ്പെക്സ് എന്ന് പറയുന്നത് ഇതിന്റെ തീരുമാനം എടുക്കാനുള്ള അധികാരം ജനറൽ ബോഡിക്കാണ്. അവര് ഒരു തീരുമാനം എടുക്കണം. അല്ലാണ്ട് എന്താ ചെയ്യുക? അവിടെ ദൈനംദിന കാര്യങ്ങൾ നടക്കണ്ടേ? അതിന്റെ പേര് അഡ്വക്കേറ്റ് കമ്മിറ്റിയെന്നോ സൗഹൃദ കൂട്ടായ്മയെന്നോ ഓൺലൈനിൽ പറയുന്ന പോലെ കുടുംബശ്രീയെന്നോ നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ. പക്ഷെ അവിടെ ദൈനംദിന കാര്യങ്ങൾ നടക്കാൻ ഒരു കമ്മിറ്റിയും അതിനൊരു തലവനും ഒക്കെ വേണ്ടേ? ഈ പർട്ടിക്കുലർ വാക്ക് ബൈലോയിൽ ഇല്ലായിരിക്കും. പക്ഷെ അങ്ങനെ ഇല്ലാത്ത ബൈലോയിൽ ബൈലോയിൽ പെടാത്ത പല സംഭവങ്ങളും ഒരു സംഘടനയിൽ ഉണ്ടാവും. അപ്പൊ അതിന്റെ പാരന്റ് ബുക്ക് ഏതാണ്, അത് നോക്കിയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അങ്ങനെയാണ് ഇത് വന്നതെന്നാണ് അവർ ഉത്തരം പറയേണ്ട കാര്യമാണ്. ഞാൻ ആരോടും വ്യക്തിപരമായി മാനസികമായിട്ടുള്ള ദേഷ്യമോ ശത്രുതയോ ഒന്നുമുള്ള ആളല്ല. ഞാൻ പറഞ്ഞതുപോലെ എനിക്കുണ്ടായിരുന്ന ഒരു സൗഹൃദത്തിന്റെ ആക്കം വെച്ചിട്ട് ആകെ ഈ ഒരു കാര്യം എനിക്കൊരു ചെറിയ വേദന തോന്നിയുള്ളൂ. വേറൊന്നുമില്ല. ഇല്ല. ഏതാ ഈ പുറത്തു വന്ന കോൾ റെക്കോർഡിൽ ഒരു ഗുരുതരമായ അഴിമതി ആരോപണം അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഏതാ? അതൊക്കെ ആരോപണങ്ങളാണല്ലോ. ആരോപണങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ആരോപിച്ചവരും ആരോപണം കേട്ടവരും തമ്മിൽ തെളിയിക്കുക. ഞാനൊരു അനുരഞ്ജന ചർച്ച, ഒരു അനുരഞ്ജന സംസാരമാണത്. അപ്പോൾ പലപ്പോഴും അവരുടെ പക്ഷത്ത് നിന്ന് അവരെ കേട്ട് ഒക്കെ സംസാരിക്കുന്നതാണല്ലോ അത്. അതൊക്കെ ഒരു പൊതുസമൂഹത്തോടോ പൊതുസമൂഹം കേൾക്കാനോ അവര് വിലയിരുത്താനോ ഒന്നുമല്ല. നമ്മൾ വളരെ കോൺഫിഡൻഷ്യലായി വളരെ സ്നേഹത്തോടെ വിശ്വാസത്തോടെ അല്ലേ സംസാരിക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പം എന്തോ എനിക്കറിയത്തില്ല. അതൊക്കെ എന്റെ ഭാഗമല്ല. ഞാൻ ഇനി ഇതിനെപ്പറ്റി മിണ്ടാൻ ആളല്ല. ഞാൻ വെറും മെമ്പറായി കഴിഞ്ഞു. കേട്ടോ? ആയിക്കോട്ടെ. അതൊക്കെ വരും ദിവസങ്ങളിൽ കാണാമല്ലോ. നമ്മളൊരു കുഞ്ഞൊക്കെ ജനിച്ചു ഇതിന്റെ ഭാവി എന്താന്നുള്ളത് വളരുമ്പോ കാണാൻ പറ്റും. നമുക്ക് ഓട്ടത്തിൽ കാണാൻ പറ്റും. ജനറൽ ബോഡി ഉടനെ ചേരണം എന്നാണ് എന്റെ ആഗ്രഹം. അത് വിളിക്കാൻ എനിക്ക് അധികാരമില്ല. ആൾക്കാർ വിളിച്ചോളും. മതി.